കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമാണ് ശ്രീ രാമകുമാരന്റെ മകനുമാണ്. ആവേശങ്ങളിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടു. അനുസ്മരണ ചടങ്ങിൻ്റെ അധ്യക്ഷൻ വൈക്കം കഥകളി കമ്പനി പ്രസിഡന്റ്, പ്രശസ്ത നിരൂപകനും കലാനിരൂപകനും പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ ടി കലാധരൻ, ആട്ടകലാകൃത്ത് വൈക്കം രാജശേഖരൻ നമ്മുടെ സദസ്സിൽ വിവിധ പ്രമുഖ വ്യക്തികളെ. എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ നിർവഹിക്കേണ്ടുന്ന ചുമതല വൈക്കം കരുണാകരൻ നായർ എന്ന കഥകളിൽ തന്നെ അനുസ്മരിക്കേണ്ടതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് 2 മാസം മുമ്പ് രഞ്ജിനി എന്നെ വിളിച്ചപ്പോൾ രഞ്ജിനി പറഞ്ഞ പ്രകാരം സന്തോഷത്തോടെ ഞാൻ കേൾക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ട ആദ്യ കഥകളികളായിരുന്നു വൈക്കം കരുണാകരൻ. ഞങ്ങളുടെ വീടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കഥകളായിരുന്നു വൈക്കം കരുണാകരൻ. പലപ്പോഴും മനസ്സിൽ കഥകളൊക്കെ കണ്ട് ശീലിച്ച് കഥകളി കലാകാരന്മാർക്കൊപ്പം അവരുടെ പ്രവൃത്തികളും അവർക്ക് കിട്ടിയ അംഗീകാരം അച്ഛനും ഉൾപ്പെടെ അംഗീകാരങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ പലപ്പോഴും നഷ്ടബോധവും തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ അർഹനായിരുന്നു വൈക്കം കരുണാകരൻ. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ലഭിക്കാതെയാണ് കാലം അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇത് പലപ്പോഴും മനസ്സിന് എവിടെയോ ഒരു വേദന പോലെ മനസ്സിൽ നിന്നിട്ടുണ്ട്. വൈക്കം കരുണാകരൻ എന്ന കഥകളി നടൻ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ രഞ്ജിനി ഇരിക്കുന്ന ഏരിയ വ്യക്തിപരമായും അപ്പുട്ടേട്ടൻ്റെ കുടുംബവുമായും ആശാരവുമായിട്ട് ബന്ധത്തെക്കുറിച്ച് പറയാനാണ്. വേഷങ്ങളെ കുറിച്ച് പറയുന്നത് കലാധരൻ കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഈ കരുണാകരൻ നായരെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ കുട്ടിക്കാലം മുതലൊക്കെ കാണുന്ന ഒരു കഥകളാണ് കരുണാകരൻ നായർ. ഞങ്ങളുടെ വീട്ടില് സ്ഥിര സന്ദർശകനായിരുന്നില്ല. എന്നാൽ വർഷത്തിൽ 2-3 പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ വരും. അതും ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിലേക്ക് റോഡില്ല, ഇങ്ങനെ പാടത്തുകൂടെ നടന്നു വരണം. അദ്ദേഹം ഇവിടുന്ന് ഓർമ്മ ശരിയാണെങ്കിൽ തൃപ്പൂണിത്തറയാണ് താമസം. തൃപ്പൂണിത്തറന്ന് അദ്ദേഹം അവിടെ എത്തുമ്പോൾ 11-12 മണിയൊക്കെ വരും. ആ പാടത്തുകൂടെ വലിഞ്ഞ് നടന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലുണ്ടായി ഉച്ചഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് വൈകുന്നേരം തിരിച്ച് പോവുകയും. ഇത് ഒരു വർഷത്തിൽ 2-3 തവണ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ അച്ഛൻ ഒരു രീതി വെച്ചുകൊണ്ട് പൊതുവെ ആരെയും അമിതമായി എടുപ്പിക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്ന രീതിയില്ല. അച്ഛൻ ഇടപെടുന്നതിന് ഒരു രേഖ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ വീട്ടിൽ അച്ഛൻ്റെ ശിഷ്യന്മാരാണെങ്കിലും കഥകളിക്കാരാണെങ്കിലും അതിലൊക്കെ ഉപരി പരിഗണന കൊടുത്തുകൊണ്ട്, അല്പം അച്ഛൻ പരിഗണന കൊടുത്തുകൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്ന ഒരു കഥകളായിരുന്നു വൈക്കം കരുണാകരൻ. ഒരുപക്ഷെ അതിന് കാരണം അച്ഛൻ്റെ ആദ്യ ശിഷ്യനാണ്. വയസ്സിന് 4 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. അച്ഛന് 29-ലും അദ്ദേഹം അച്ഛൻ 25-ലും അദ്ദേഹം 29-ലുമാണ്. അപ്പൊ അതിലൊരു അരക്കൊല്ലം വീതം അവരുടെ മാറിക്കഴിഞ്ഞാൽ 3-3.5 വയസ്സിന്റെ വ്യത്യാസമാണ് രണ്ടുപേരും തമ്മിൽ ഉണ്ടാവാനുള്ള സാധ്യത. അത് തത്വത്തിനായിട്ടൊരു പരിഗണനയാണ് അച്ഛൻ വൈക്കം കരുണാകരൻ കൊടുത്തിരുന്നത്. അതുപോലെ അദ്ദേഹം തന്നെ മറ്റ് ശിഷ്യന്മാരൊക്കെ ഉപേക്ഷണം ഉൾപ്പെടുന്ന ആളുകൾ അച്ഛനോടൊക്കെ ഇടപെടുന്ന രീതിയിലുള്ള ഒരു
അമിത ബഹുമാനം മറ്റു കാര്യങ്ങളൊന്നും വൈകി കയറാൻ അച്ഛനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു തത്തുല്യ സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ അദ്ദേഹം പെരുമാറിയത്. ഇവരൊക്കെ വീട്ടിൽ വരാറില്ല, പറഞ്ഞ രഞ്ജിനി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വീട്ടിൽ വരാറുണ്ട്. അവിടെ വീട്ടിൽ വരുമ്പോൾ അമ്മയും എൻ്റെ അമ്മയും അമ്മയും അതുപോലെ അച്ഛനൊക്കെ ഉൾപ്പെടുന്ന കുടുംബം, ഈ അമ്മയും അമ്മൂമ്മയൊക്കെ തന്നെ അച്ഛൻ വൈദ്യക്കാരനാർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതിൻ്റെ എത്രയോ ഇരട്ടി കൂടുതലാണ് ഈ രഞ്ജിനിക്കുള്ള പ്രാധാന്യം കിട്ടുന്നത്. അതിനൊക്കെ എനിക്ക് ചെറിയൊരു പരാതി കാണില്ല. കാരണം ഞങ്ങളൊക്കെ കുട്ടികളാണ്, ഒന്നിച്ച് ഭക്ഷണം വീട്ടിലൊന്നിച്ചിട്ടുണ്ടെങ്കിൽ ആളാണ്. രഞ്ജിനിക്ക് വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഞങ്ങളുടെ എൻ്റെ അമ്മയും അമ്മയ്ക്കും കൊടുത്തിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അച്ഛൻ അദ്ദേഹത്തിന് ഗതാഗതം കൊടുത്തിട്ടുള്ള പരിഗണനയായിരിക്കും രഞ്ജിനിക്കൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഞങ്ങൾ വീട്ടിൽ കിട്ടിയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മറ്റൊരു രസകരമായിട്ടൊരു കാര്യം രഞ്ജിനിയുടെ അനുവാദത്തോടു തന്നെയാണ് അതിന് പറയുന്നത്. ഇദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മദ്യപിക്കാറുണ്ട്. അച്ഛൻ മദ്യപിക്കുന്ന സമയത്ത് തന്നെ ഗതാഗതത്തെ കുറിച്ച് പോകും. അപ്പം ഞങ്ങളുടെ വീട്ടിലൊരു ഷെഡുണ്ട്, ഈ അച്ഛൻ ഇരിക്കുന്ന ഒരു ഷെഡുണ്ട്. വീടിന്റെ മുഖം കഴിഞ്ഞ് ഇപ്പൊ ഈ ഭാഗത്തുള്ള കളരിയൊക്കെ അവിടെ ക്ലാസ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ തിണ്ടിന്റെ പുറത്ത് ഒരു തൂടുണ്ട്, ആ തൂടിലാണ് ഈ ഷെഡ് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഗതാഗതം വന്നാൽ തിണ്ടിന്റെ അപ്പുറത്താണ് ഇരിക്കാൻ തോന്നില്ല. അച്ഛൻ ഈ ഭാഗത്ത് ഒരു മേശി സ്റ്റൂളൊക്കെ ഉണ്ട്, അവിടെയാണ്. അപ്പൊ ഈ മദ്യപിക്കാൻ തുടങ്ങിയ അച്ഛൻ കുറച്ച് ഗതാഗതത്തിന് പോകും. അദ്ദേഹം അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങും. അത് വാങ്ങിയിട്ട് ഈ തൂണിന് മറവിൽ നിന്നിട്ട് ഇങ്ങനെ ഞാൻ ക്ലാസ് അപ്പൊ ഞാൻ രഞ്ജിന്റെ അനുവാദം തന്നെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ എന്ത് പറയാനൊരു വിരോധമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടിയാണ്, അപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നു, ഈ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വെച്ചാൽ ഈ തൂണിന് മറവിൽ വല്ല ആവശ്യമില്ല. കാരണം നമുക്ക് ഞാൻ അതിശയം, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം ഇത് കയ്യിൽ നിന്ന് വാങ്ങാമെന്നുണ്ടെങ്കിൽ തൂണിന് മറവിന്റെ യാതൊരു ആവശ്യമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരു ശീലം ആ കാലഘട്ടങ്ങളിൽ വരാനായിട്ട് അച്ഛനെ ദൈവം പോയി കണ്ടുന്ന ആളാണ് വരാനായത്. അതേപോലെ തന്നെ അച്ഛൻ്റെ വേഷങ്ങൾ എത്രത്തോളം അദ്ദേഹത്തിന് ചെയ്യാൻ പരിമിതികളുണ്ട്. ആ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതിക്കുള്ളിൽ കൂടെ അദ്ദേഹം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ പരിഗണന കൊടുക്കുമ്പോൾ ഈ അച്ഛൻ്റെ ഒരു ഇടക്കാലങ്ങളിൽ അച്ഛൻ ഇപ്പോൾ കലാകാരനൊക്കെ സ്ഥിരമായിട്ടും എഴുതുന്ന അതിലൊക്കെ തന്നെ ഒരു പ്രത്യേക വീറും വാശി ദേഷ്യവും ശുദ്ധിയൊക്കെയുള്ള ഒരു കലാകാരനായിരുന്നു അച്ഛൻ. എനിക്ക് തോന്നുന്നത് ഈ കരുണാകരൻ നായരെ പഠിപ്പിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഈ ശുദ്ധി ദേഷ്യവും നമ്മുടെ സാധ്യതയില്ല. കാരണം അച്ഛൻ്റെ ആദ്യ ശിഷ്യനാണ്. അപ്പൊ ആദ്യ ശിഷ്യരുടെ രീതിയിൽ ആ ശിഷ്യനെ നേരിട്ടാണ് ശ്രദ്ധേയമായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷെ കരുണാകരൻ അത്ര കൂടുതൽ അനുഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം കലാമണ്ഡലത്തിന്റെ വികസനം, കഥകളി വിദ്യാർത്ഥികളുടെ വികസനം വർദ്ധിക്കല്, അതേപോലെ തന്നെ കഥകളിയുടെ വികസനം, അതുപോലെ അച്ഛൻ്റെ വേഷങ്ങൾക്കുള്ള കേരളത്തിലെ അംഗീകാരങ്ങൾ, ഇതെല്ലാം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ഫ്രിക്ഷനായിരുന്നു പക്ഷേ ഈ ദേഷ്യത്തിന് ചുണ്ടിക്കൊക്കെ കാരണം എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇടയിലുള്ള ശിഷ്യന്മാരേക്ക് ഏറ്റവും കൂടുതൽ ഈ ശിക്ഷയും ദേഷ്യവും ചുണ്ടിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കലാകാരൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി അച്ഛനായിട്ട് ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. തുല്യമായിട്ട് തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വേഷങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് കലാകാരൻ ഞാൻ ഒഴിപ്പറിയാതെ കുട്ടിക്കാരനൊക്കെ കലാകാരൻ ഇഷ്ടപ്പെടുന്നതാണ്. കലാകാരന്റെ എഴുത്തുകളോട് എന്നോ വളരെയധികം താല്പര്യപ്പെടുന്നതാണ്. അച്ഛനെ കുറിച്ചൊക്കെ അദ്ദേഹം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ധാരാളം സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. വഴികൾക്ക് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലേക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടതല്ലാതെ അച്ഛൻ മരിച്ച കാലത്ത് കലാകാരൻ തീവ്രയുടെ കാലാധിപത്യത്തിന് വരാൻ മാതൃഭൂമിയിലുണ്ട്, പാലക്കാട് ജില്ലയിൽ നമുക്ക് വലിയ ഒരു ലേഖനം അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ കിടക്കുന്നു. അതേപോലെ തന്നെ ഓരോ കഥകളി കലാകാരന്മാരെ കുറിച്ച് കലാകാരൻ പറയുമ്പോൾ എഴുതുമ്പോഴും നമ്മൾ കണ്ടതിൽ അപ്പുറമാണ്. ഇതല്ലേ ശരി എനിക്ക് കുഴപ്പം തോന്നിയിട്ടുണ്ട്. ശരിയെ കുറിച്ചൊക്കെ ഓരോ ലേഖനം അത് എഴുതുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ടത് തരുന്നത് കാരണം ഇതല്ലേ ശരി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഥകളിക്ക് അപ്പുറത്ത് നിന്ന് കലാകാരൻ പക്ഷെ എനിക്ക് തോന്നാനായി എനിക്കത് പരിചയമില്ല. കഥകളിയിൽ നിന്ന് അത് തെറ്റ് ശരി, ഏതൊരു കലാകാരനെ തെറ്റും ശരി കൃത്യമായി രേഖപ്പെടുത്തുന്ന ആളാണ് കലാകാരൻ. അത് ഞാൻ പറയും, അദ്ദേഹത്തിനോടൊരു ഇഷ്ടം ഞങ്ങൾ സംസാരിച്ചിട്ടോ ഇടപഴകിയിട്ടോ ധാരാളം വർത്തമാനം പറഞ്ഞതിൽ ഇഷ്ടമല്ല, ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വരികളിൽ കൂടെയാണ്, സത്യസന്ധമായി എഴുതിയ വരികളിൽ കൂടെയാണ്. ചിലപ്പോൾ ഒരു പക്ഷെ തോന്നാറുണ്ട് ചിലരെ കുറിച്ച് കഴിയുമ്പോൾ കുറച്ച് അധികമായി പോയി എന്നൊക്കെ തോന്നാറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ പറയാം, പക്ഷെ അദ്ദേഹം എഴുതുന്നത് ശരിയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് നമുക്കറിയാം ഈ ഗതാഗതങ്ങളുടെ
ഒരുപാടുണ്ട്. ഞാൻ കലാതിന് സമയം കൊടുത്തുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇതിനൊരു അവസരം തന്ന രഞ്ജിനിയോടും എൻ്റെ സഹോദരി കുട്ടികളുടെ രഞ്ജിനിയോടും എൻ്റെ സംഘാടകരോടും പ്രത്യേകിച്ച് വൈക്കം ക്ലബിനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കർണാടകൻ്റെ വേഷങ്ങളിലൂടെ ഈ കലാകാരൻ സംസാരിക്കുന്നതാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അരനൂറ്റാണ്ടിലധികം കഥകളിയിലെ പ്രതിനായക പ്രഭാവമായി വിലസിയ കലാമണ്ഡലം രാമൻകുട്ടി നായർക്ക് കലാകാരൻ എന്ന നിലയിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് 3 വിശിഷ്ട വൃത്തികളാണ് വേണ്ടി വന്നത്. ഒന്ന്, കലാമണ്ഡലത്തിൻ്റെ കഥകളി സംഘത്തെ സകല ഉത്തരവാദിത്വത്തോടും കൂടി നയിക്കുക. 2, കളരിയിലുള്ള അധ്യാപനം. 3, പുറമെ അദ്ദേഹം നടത്തുന്ന പരിപാടികൾ. ഇങ്ങനെ ബഹുമുഖമായ കർമ്മസമൃദ്ധിയുടെ ഒരു പ്രതിഭാസമായിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കളരിയിലെ ശ്രദ്ധ എന്നത് സമ്പൂർണമായി അതിൽ വിനിയോഗിക്കുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ചില അംശങ്ങൾ അതിലേക്ക് കടന്നു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരുന്നത് കൊണ്ട് ഒരു സമ്പൂർണ്ണ ശിഷ്യനെ തന്റെ കളരിയിൽ നിന്ന് വാർത്തെടുക്കുക എന്ന ദുഷ്കര ദൗത്യം അത് ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അതുകൊണ്ട് കഥകളിയുടെ കലാമണ്ഡലത്തിന്റെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ സമ്പൂർണ്ണ ശിഷ്യർ എന്ന് പറയാവുന്നവർ വളരെ വളരെ കുറവാണ്. അങ്ങനെ സമ്പൂർണ്ണ ശിഷ്യൻ എന്ന് സധൈര്യം സ്വാഭിമാനം അവകാശപ്പെടാൻ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ജ്വലിച്ചു നിന്ന കഥകളിയിലെ അനശ്വരമായ വ്യക്തിത്വമായിരുന്നു വൈക്കം കരുണാകരൻ. അദ്ദേഹത്തിന് അന്ന് തന്നെ കലാമണ്ഡലം കരുണാകരൻ എന്ന് വയ്ക്കാം. പക്ഷെ പിന്നീട് കലാമണ്ഡലം കരുണാകരൻ വരുന്നുണ്ട്. അന്ന് തന്നെ പ്രഗത്ഭനായ കുടമാളൂർ കരുണാകരൻ നായരുണ്ട്. കലാമണ്ഡലം എന്ന സ്ഥാനപ്പേര് വയ്ക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ പ്രശസ്തി അംഗീകാരം വൈക്കം കരുണാകരൻ എന്ന് വയ്ക്കുമ്പോൾ ഉണ്ടായിരുന്നു. കാരണം സാംസ്കാരികമായി വൈക്കത്തിനുണ്ടായിരുന്ന, വൈക്കം എന്ന പ്രദേശത്തിനുണ്ടായിരുന്ന അക്കാലത്തെ പ്രഭുത്വം ആരെയും അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ ബാല്യ കൗമാരങ്ങളിൽ തിരുവിതാംകൂറിലെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ വൈക്കം കരുണാകരൻ എന്ന അക്കാലത്തെ യുവനടന്റെ അതിപ്രശസ്തങ്ങളായ വേഷങ്ങൾ പലതും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഏറ്റവും അധികം ഞാൻ കണ്ടിട്ടുള്ളത് നേരത്തെ ഇവിടെ രഞ്ജിനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണന്റെ വേഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് പച്ചയും കത്തിയും മിനുക്കും വെള്ളത്താടിയും ആ തരത്തിലുള്ള ഒരു റേഞ്ച് അക്കാലത്ത് കഥകളിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു നടൻ എന്നത് കഥകളി മണ്ഡലത്തിലെ അത്ഭുത പ്രതിഭ
പ്രതിഭാസമായിരുന്ന രാമന കൃഷ്ണനായർക്ക് മാത്രം. ഞാൻ ഈ പറഞ്ഞതിൽ കത്തിവേഷങ്ങളാണ് അദ്ദേഹത്തിന് ഞാൻ വളരെ കുറച്ച് കണ്ടത്. പച്ചവേഷങ്ങൾ വളരെ അധികം കാണാനുള്ള ഭാഗ്യമുണ്ടായത്. അതിൽ തന്നെ ഇടത്തരം വേഷങ്ങളായിട്ടുള്ള കൃഷ്ണൻ, വിജയനഗരത്ത് കൃഷ്ണൻ, തിരുവനന്തപുരത്ത് കൃഷ്ണൻ, എത്രയോ അരങ്ങുകളിൽ അമ്പലപ്പുഴയിലും ഏവൂരും ഹരിപ്പാട്ടും കണ്ടിയൂരും വൈക്കത്തും ഏറ്റുമാനൂരും ഒക്കെ ധാരാളം കാണാനുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേഷങ്ങളിൽ ആ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനമായ സവിശേഷത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിതാന്തമായ പ്രസരിപ്പ് തന്നെ. ആ നിതാന്തമായ പ്രസരിപ്പ് കല്ലുവെളിച്ചിത്തയുടെ വ്യാകരണത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു അനുഭവത്തിൻ്റെ വൈശിഷ്ട്യം അദ്ദേഹം ഏത് വേഷം കെട്ടിയപ്പോഴും അരങ്ങിൽ തെളിഞ്ഞു നിന്നു. ഇന്നത്തെ പോലെ 21-ാം നൂറ്റാണ്ടിലൊക്കെ വരുമ്പോഴുണ്ടാവുന്ന കഥകളിയെ കുറിച്ചുള്ള വിശേഷിച്ച് കല്ലുവെളിച്ചിട്ടയുടെ കരുത്തിനെയും കാന്തിയെയും കുറിച്ചുള്ള അവബോധം 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ അത്ര തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അന്ന് അരങ്ങിൽ പ്രകാശിപ്പിച്ച വേഷങ്ങളെ കുറിച്ച് ഓരോ വേഷത്തെയും കുറിച്ചുള്ള സുവിശദമായ ഒരു വിശകലനം ആരും നടത്താൻ തുനിഞ്ഞില്ല. എന്നെപ്പോലെ വളരെ കുട്ടിയായിരുന്ന ഒരാൾക്ക് അതിനോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട് അത് കാണുന്നു എന്നല്ലാതെ അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള കരുത്തോ അതിനുള്ള ഭീഷണിക ബലമോ അക്കാലത്ത് എനിക്കുണ്ടായിരുന്നു. ഒരു ആഭിമുഖ്യത്തിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ കണ്ടിരുന്നു എന്ന് മാത്രം. പച്ചവേഷത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ സൗന്ദര്യം എന്നൊന്നും അദ്ദേഹത്തിൻ്റെ കൃഷ്ണവേഷമായാലും അല്ലെങ്കിൽ നളയരുതം പോലുള്ള കഥകളിലെ വാഹകന് മുമ്പുള്ള നടന്റെ വേഷമായാലും കജൻ പോലെയുള്ള കജൻ പോലെയുള്ള വേഷമായാലും അത്രയധികം സൗന്ദര്യം എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോലും അസാധാരണമായ ഒരു കൗതുകം അദ്ദേഹത്തിൻ്റെ ഏത് പച്ചവേഷത്തിനും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവിനെ മറയ്ക്കുന്ന ഒരു കാന്തി പച്ചവേഷത്തിൽ മാത്രമല്ല, കത്തിവേഷത്തിലായാലും മിനുക്ക് വേഷങ്ങളിലെല്ലാം വെള്ളത്താടി ഹനുമാനാവുമ്പോൾ പരശുരാമന്റെ എല്ലാം പ്രതിഫലിച്ചിരുന്നു എന്ന കാര്യം ഇവിടെ ഓർക്കാതെ ഹനുമാൻ കിട്ടുമ്പോഴും കല്യാണ സമുദ്രത്തിൽ ഹനുമാനായാലും ലവണാസുരത്തിൽ ഹനുമാനായാലും സീതാസുരത്തിൽ പരശുരാമനായാലും ഈ വേഷങ്ങളിൽ വരുമ്പോൾ തൻ്റെ ഗുരുനാഥനെ പദാനുപദം അദ്ദേഹം പിന്തുടർന്നു. ഇത്രയധികം രാമകുട്ടി നായർ ഈ വേഷങ്ങളിൽ ആവശ്യമില്ല എന്നെനിക്ക് തോന്നി. അതിന് രാമകുട്ടി നായരുണ്ടല്ലോ, കുറച്ചുകൂടി സ്വാതന്ത്ര്യം അദ്ദേഹം ഇതിൽ എന്തുകൊണ്ട് എടുത്തുകൂടാ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ സദാ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തു. ഒരു തരത്തിലും തുളുമ്പാതെ, കവിഞ്ഞു പോവാതെ, പാകത എന്ന സവിശേഷതയെ അടിമുടി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പാത്ര വിശകലനം അരങ്ങിൽ സാധിച്ചു. കലാശങ്ങളിൽ ഒരു കലാശം പോലും കബളിപ്പിക്കാതെ അരങ്ങിൽ അദ്ദേഹം ചെയ്തു. പരശുരാമനൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാം. രാമദേശത്തെ പരശുരാമൻ അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെങ്കിൽ സംശയമൊന്നുമില്ല, ഈ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ വൈക്കംകരനാകട്ടെ പരശുരാമൻ എന്നത് പ്രസിദ്ധമായി. തിരുവനന്തപുരം മുതൽ കറുകുറ്റി വരെ എന്ന് ഞാൻ പറയും. ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ചേന്നമംഗലം അടക്കമുള്ള കൊച്ചിയുടെ പ്രദേശങ്ങളടക്കം അവിടെ എല്ലാം നിറഞ്ഞു നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ കൃഷ്ണവേഷങ്ങളും ഹനുമാനും പരശുരാമനും കാച്ചനും ചില സന്ദർഭങ്ങളിൽ കർണനും
കല്ലുവെളിച്ചിട്ടയിലെ കളഹംസം എന്ന ശീർഷകത്തിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി വളരെ മുമ്പ് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി. ഹംസത്തെ സംബന്ധിച്ചിടത്തോളം അത് ചിട്ടപ്പെട്ട ഒരു വേഷമല്ല, നമുക്കറിയാം. ഓയിൽ കൊച്ചുപിള്ളയുടെ ഹംസം അതിൻ്റെ സ്വാഭാവികതയാണ്, അതിൻ്റെ ഒതുക്കം കൊണ്ട് എത്ര കമനീയം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഹംസമായിരുന്നില്ല വൈക്കം കരുണാകരൻ. അദ്ദേഹം ഹംസമായി വന്നപ്പോൾ തന്റെ പ്രസരിപ്പ് മുഴുവൻ അതിലേക്ക് കൊടുത്തു. ആ ജീവിതത്തിൽ, ആ വ്യക്തിയിൽ ഞാൻ അധികം കാണാത്ത നർമ്മം നളചരിതത്തിലെ ഹംസത്തിൽ ഞാൻ കണ്ടു. അത് നടനോടും പിന്നീട് ദമയന്തിയോടുമുള്ള സംവാദത്തിലെല്ലാം ഭരിതത്തിൻ്റെയും ചെറിയ ചെറിയ മനോധർമ്മങ്ങളുടെയും രശ്മികൾ കൊണ്ട് ഹംസം എന്ന കഥാപാത്രം അരങ്ങിൽ നിറഞ്ഞു. ആ ഹംസത്തിനെ കുറിച്ചുള്ള സ്മൃതിയിലാണ് കല്ലുവെളിച്ചിട്ടയിലെ കളഹംസം എന്ന് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. കല്ലുവെളിച്ചിട്ടയ്ക്ക് പുറമേ വരുമ്പോൾ ഓയൂരിനെ പോലെ മറ്റൊരു തരത്തിൽ വളരെ വിശിഷ്ടമായ ഒരു സൗന്ദര്യം അദ്ദേഹം അരങ്ങിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിലും നൃത്തത്തിൻ്റെ ഏറ്റവും അധികം സൗരഭ്യം ഹംസത്തിൽ നാം കണ്ടത് വൈക്കം കരുണാകരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചിട്ടപ്രധാന വേഷങ്ങൾക്ക് പുറമേ വരുന്ന വേഷങ്ങളിലെല്ലാം കരുണാകരൻ എന്ന കലാകാരന്റെ, എന്ന നടന്റെ സവിശേഷതകൾ, സർഗാത്മകമായ സിദ്ധികൾ പലപ്പോഴും ധ്വനിച്ചിട്ടുണ്ട്. നടയുടെ 3-ാം ദിവസത്തിലെ സുദേവൻ യാമിയാമിയൊക്കെ കഴിഞ്ഞിട്ട് ഋതുപർണനോടുള്ള പദത്തിൽ ഇന്നു കേട്ടിത് നാളെ ആളും മുന്നിൽ ചെന്നത് എന്ന് പറയുമ്പോൾ ക്ഷണവശാൽ ബാധ്യനായിരിക്കും കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. ഒരു സൂചന, ഒരാള് മൂലം എന്നത് ഈ ആളാണ്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം എടുക്കരുത്. ക്ഷണവശാൽ അവിടെ നോക്കരുത്. ഇന്നിപ്പോ ചിലപ്പോ ബാധ്യനൊക്കെ നോക്കും. ക്ഷണവശാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ തന്നെ നോക്കി. അപ്പൊ ഇങ്ങനെ കൈകൊണ്ടൊരു സൂചന ഇദ്ദേഹം കൊടുത്തിരുന്നു. സുദേവന്റെ മറ്റ് പ്രകടനങ്ങളെ കുറിച്ച് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആളകമ്പടികളോടും മേളവാദ്യങ്ങളോടും എന്നുള്ള ഭാഗത്ത് അവിടെ ഇന്ന് കാണുന്ന തരത്തിലുള്ള മനോധർമ്മങ്ങളുടെ അഴിഞ്ഞാട്ടം വൈക്കം കരുണാകരൻ എന്ന നടനുണ്ടായിരുന്നില്ല. അദ്ദേഹം അതിൻ്റെ സമ്പ്രദായത്തിൽ ഒരിക്കലും പരിധി വിട്ടു പോവാതെ ആളകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും എന്നതിന് അതിൻ്റെ ഒരു ഒതുക്കത്തിൽ അത് ആ കഥാപാത്രത്തിൽ നിന്ന് വിട്ട് മറ്റൊരു പ്രവൃത്തിയായി മാറി വ്യക്തിഗതമായ ഒരു പ്രകടനമായി മാത്രം മാറാതിരിക്കത്തക്കവണ്ണം ഔചിത്യം ദീക്ഷിച്ചു. അല്ലെങ്കിൽ ഇന്നിപ്പോ നമുക്കറിയാം, സാക്സഫോൺ ഒഴിച്ച് ബാക്കി എല്ലാ വാദ്യങ്ങളും ഇന്നത്തെ സുദേവന്മാർ അരങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. കബരി ഗോപാലനാഥനെ ഒരു കേൾക്കാത്തതുണ്ടായിരുന്നു ഈ സാക്സഫോൺ കിട്ടി. കചൻ ഇതുപോലെ തന്നെ മറ്റൊരു വേഷമാണ്. കചനെ സ്വതേ വടക്കോട് കളിക്കാറില്ല, ഉള്ളതിനായിട്ട് തീരെ പതിക്കില്ല. ഈ കചന്റെ വേഷം, ബൃഹസ്പതി പുത്രനായിട്ടുള്ള കചൻ, താൻ ആരാണ് എന്നൊരു ബോധം കചൻ എന്ന വേഷം കിട്ടുന്ന നടനുണ്ടാവേണ്ടത്. എത്ര പാകതയോടെയാണ്, എത്ര അന്തസ്സോടെയാണ് അദ്ദേഹം ദേവയാനിയുമായുള്ള ആദ്യത്തെ പ്രണയരംഗവും പിന്നീടുള്ള വിരഹവും കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഇന്ന് ഞാൻ വളരെ വിസ്മയത്തോടെ ഓർത്തു പോവുകയാണ്. ഇത് പലപ്പോഴും പല കചന്മാരും കുടിപ്പെറുക്കികളാണ്. നമ്മുടെ സാഹിത്യകാരൻ ജയമോഹൻ്റെ ഒരു വിശിഷ്ടമായ പദപ്രയോഗം സ്വീകരിച്ച കുടിപ്പെറുക്കികൾ. ആ നിലയിലേക്ക് തരം താഴാതിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ കഥാപാത്ര ബോധം സനിഷ്കർഷമായി താൻ കഥാപാത്രത്തെ അരങ്ങത്ത് അവതരിപ്പിക്കണമെന്നും കളി മാത്രമല്ല
കഥയും അല്ലെങ്കിൽ പ്രധാനമാണ് എന്നും കഥാപാത്രത്തിന്റെ അന്യൂനമായ ആവിഷ്കാരം എന്നത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വേഷത്തിലും തെളിയിച്ചുകൊണ്ടേയിരുന്നു. ദീർഘകായന്മാരായ വേഷക്കാർക്ക് അവര് വിഭ്രാമകരാണ് അല്ലെങ്കിൽ രാമചന്ദ്രൻ കൃഷ്ണനായരും രാമചന്ദ്രൻ ഗോപിയും ഒക്കെ അരങ്ങിൽ വന്നാൽ അവരരങ്ങിൽ വരുമ്പോൾ മറ്റവരാരുമില്ലാതെ അസാധാരണമായ സാന്നിധ്യം, നൈസർഗിക പ്രഭാവം കൊണ്ട് അവർ ജ്വലിച്ചു നിൽക്കുന്നു. ഹ്രസ്വകായന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള മറ്റൊരു ഗുണം, അവർക്ക് ഈ ഒരു തലത്തിൽ അരങ്ങിനെ ഒറ്റ നോട്ടത്തിൽ പിടിച്ചടക്കാനുള്ള ശേഷി ഹ്രസ്വകായനായ നടന്മാർക്കില്ല. പക്ഷേ അവരുടെ പ്രവൃത്തി, അവരുടെ പ്രസരിപ്പ്, അവരുടെ ചടുലത ഇവരെക്കാൾ അധികം കാലം അല്ലെങ്കിൽ നിലനിർത്താം. ദീർഘകാലരായ വേഷക്കാർക്കുള്ള ഒരു പരിമിതി, ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ സൂക്ഷ്മതകൾ അവരിൽ നിന്ന് കൈവിട്ടു. അവർക്ക് അവർ വിചാരിക്കുന്നത് പോലെ തൻ്റെ അംഗോപാംഗ പ്രത്യംഗങ്ങളെ ചലിപ്പിക്കാൻ കഴിയാതെ ഒരു പോരായ അങ്ങനെ സംഭവിക്കും, മനഃപൂർവ്വമാണ്. പക്ഷെ ഈ ഹ്രസ്വകായന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രവൃത്തിയെ ഒരു പ്രായം കഴിഞ്ഞാലും മധ്യവയസ്സ് കഴിഞ്ഞാലും വാർദ്ധക്യത്തിലെത്തിയാലും അവർക്കത് മിക്കവാറും സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കാം. അവരുടെ മെയ്വഴക്കം എന്നത്, അവരുടെ ആംഗിക പ്രഭാവം എന്നത് അങ്ങനെ ഒരു പ്രത്യേക പ്രായത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഞാൻ അരങ്ങിൽ അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ പോലും ക്ഷീണിച്ച ഒരു വൈക്കം കരുണാകരനെ ഞാൻ കണ്ടിട്ടേയില്ല. പ്രസരിപ്പ് കുറഞ്ഞ, ചടുലത കുറഞ്ഞ വൈക്കം കരുണാകരൻ എന്ന നടനെ ഞാൻ അരങ്ങിൽ സാധിച്ചിട്ടില്ല. അതിന് കാരണം ഹ്രസ്വ ആകാരം കൂടിയാണ്, അഭ്യാസതലം കൊണ്ട് മാത്രമല്ല. നേരെ മറിച്ച് ദീർഘകാലന്മാരായ നടന്മാർക്ക് തീർച്ചയായും അവരവരുടെ വസന്തകാലത്ത് നിൽക്കുമ്പോൾ അവരെ വെല്ലാൻ, അവരുടെ നേർക്ക് നേരെ നിൽക്കാൻ മറ്റാർക്കും കഴിയില്ല. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ സൂക്ഷ്മതകളെല്ലാം അവരിൽ നിന്ന് കൈവിട്ടു പോകും. അപ്പോഴും ഇവർ വളരെ ചടുലതയോടെ, പ്രസരിപ്പോടെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. ഞാൻ നിങ്ങളിൽ പലരും കാണാത്ത വൈക്കം കരുണാകരൻ എന്ന ആ തുല്യ നടനെ വിട്ടിട്ട് ഞാനിപ്പോൾ പറയാം. സമകാലിക അവസ്ഥയിൽ നമ്മുടെ സദനകൃഷ്ണൻകുട്ടിയും ബാലസുബ്രഹ്മണ്യം നോക്കും, ഹ്രസ്വകായനാണ്. ഇപ്പോഴും അവർ അരങ്ങത്ത് കയറിയ ഒരൊറ്റ കലാശം അവതരിപ്പിക്കില്ല. അവര് നിന്ന് കളിക്കും, തിമർത്ത ആടുകൾ. കാരണം അവരുടെ ഹ്രസ്വമായ ആകാരം കൊടുക്കുന്ന മെയ്യിന്റെ പഴക്കം, അവര് പ്രവർത്തിക്കുന്നത് പോലെ അനായാസമായി ദീർഘകാലന്മാരായ കലാകാരന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് അവരുടെ കുഴപ്പമല്ല, അത് ആ ശരീരഘടനയുടെ പ്രത്യേകത. ഇത് കഥകളെ സംബന്ധിച്ച് മാത്രമാണ്. ഭരതനാട്യത്തിലായാലും ഒഡീസിയിലായാലും മറ്റേത് നൃത്തരൂപത്തിലായാലും ദീർഘകാലരായ നർത്തകികൾക്കും നർത്തകർക്കും ഒന്നും ഈ മിഡിൽ ലെവലിൽ നിൽക്കുന്ന, മിഡിൽ ഹൈറ്റിൽ നിൽക്കുന്ന കലാകാരന്മാരെ, കലാകാരികളെ അവരൊരു പ്രായം കഴിഞ്ഞ് അവരെ തോൽപ്പിക്കാനാണ്. ഈ ഒരു സവിശേഷതയും വൈക്കം കരുണാകരൻ എന്ന അനുഗ്രഹീത നടനെ ഞാൻ കണ്ടിരുന്നു. രാമചന്ദ്രൻ കൃഷ്ണനായർ എന്ന കഥകളി അരങ്ങിനെ ഒരു കാലത്ത് അടക്കി വാണ കേരള കലാമണ്ഡലത്തിന്റെ പര്യായമായി വിലസിയ കൃഷ്ണനാരാശനൊപ്പമാണ് ഞാൻ വൈക്കം കരുണാകരന്റെ ഒട്ടുമിക്ക വേഷക്കാരനാണ്. രാമചന്ദ്രൻ കേശവൻ സംവിധാനം ചെയ്ത ഋസ്തവും സുറാബും എന്ന ആട്ടക്കഥയിലെ അവസാനത്തെ രംഗം വളരെ
വളരെ വികാര തീവ്രമായി അവതരിപ്പിക്കുന്ന ആ ദൃശ്യം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. സ്വഭാവമായി അവസാനമാണ് രുസ്തം താൻ വധിച്ചത്, തൻ്റെ കയ്യിൽ നിന്ന് ആയുധം പ്രയോഗിച്ചപ്പോൾ ഇതാ വീഴുന്നത് തൻ്റെ പുത്രൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആലിംഗനം ചെയ്യുന്ന ഒരു രംഗം. അതിൻ്റെ വികാര തീവ്രത അന്നത്തെ വൈക്കം കരുണാകരൻ കണ്ടതുപോലെ പിന്നീട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വളരെ വ്യക്തിപരമായി വളർത്താൻ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുകയും പല വട്ടം കാണുകയും അണിയറയിൽ വെച്ച് സംസാരിക്കുകയും അതിനപ്പുറം പല ദിക്കുകളിലും സ്വകാര്യ സംഭാഷണങ്ങളിലുമെല്ലാം അദ്ദേഹവുമായി ഇടപെടാൻ കഴിയുന്ന രാമനാശാൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ അപ്പോഴൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈശ്വരനെ കാണുന്നത് പോലെയാണ്. കൃഷ്ണനാശാനോട് മുൻപോട്ടൊട്ടും രസമായില്ല. ആദ്യകാലത്ത് അത്രയധികം അകൽച്ചയില്ല, പിൽക്കാലം വളരെ അകൽച്ച അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും അരങ്ങിൽ പ്രതിഫലിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. അരങ്ങിലെ കൃഷ്ണനായരുടെ അജയ്യതയെ വൈക്കം കരുണാകരൻ എന്ന നടൻ ഏത് കാലത്തും അംഗീകരിച്ചു. അതിനുള്ള ഒരു ഉദാരത, മനസ്സിൻ്റെ ഒരു മഹിമ അദ്ദേഹം അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. ഈ വൈക്കം എന്ന ക്ഷേത്രവും അതിൻ്റെ സമീപ പ്രദേശങ്ങളും എൻ്റെ പ്രിയ സുഹൃത്ത് രാജശേഖരനുമായിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഓർക്കുന്ന എൻ്റെ ഓർമ്മ പെരുന്നാളാണ്. വൈക്കവും അതിൻ്റെ പരിസര പ്രദേശവും എത്രയെത്ര പ്രഗത്ഭമതികളായ കലാകാരന്മാർക്ക് ജന്മം നൽകിയതാണ്. ഇവിടെ നിൽക്കുമ്പോൾ വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ വൈക്കത്തിൽ ഒരു വേദി എത്തുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന വൈക്കം വാസുദേവനായി ഓർക്കുന്നു. വൈക്കം മണി എൻ്റെ മനസ്സിൽ കടന്നു. ഞാൻ വിശദമായ അഭിമുഖത്തിന് പോയ പ്രശസ്ത നാടക നടനായിരുന്ന കാലത്തിനൊപ്പം നടന്ന കലായ്ക്കൽ കുമാരനെ ഓർക്കുന്നുണ്ട്. ഇവിടെ വൈക്കത്തെ വലിയവിളക്കിൽ നിന്ന് അമ്പലപ്പുഴ ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും ചേർന്ന് പൊന്നയ്യാമലയുടെ ബൃഹദംബ എന്ന കീർത്തനം വായിക്കുന്നതിൻ്റെ ദൃശ്യം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ജയശങ്കർ വളയപ്പെട്ടിയും കച്ചേരിയുമായ നാഗസ്വരം വായിക്കുന്നതും ഞാൻ ആദ്യം കേട്ടത് വൈക്കത്താണ്. നാമകരിപ്പെട്ട കൃഷ്ണനെയും കലൈമൂർത്തിയെയും ഞാൻ കണ്ടത് വൈക്കത്ത് അമ്പലത്തിൽ വെച്ചാണ്. ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക ഭൂമികയാണ് വൈക്കം ക്ഷേത്രം. എൻ്റെ സംഗീതത്തിലേക്ക് എൻ്റെ ആഭിമുഖ്യത്തെ വളർത്തിയെടുത്ത ഒരു പ്രദേശം. കാര്യക്കുറിച്ച് അരുണാചലത്തിന് വളരെ കുട്ടിയായിരുന്നപ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം എനിക്ക് കാണാൻ കഴിഞ്ഞത് വൈക്കത്ത് അമ്പലത്തിൽ വെച്ചാണ്. ഈ വൈക്കം എന്ന പ്രദേശം കഥകളിയാൽ ശ്രദ്ധിക്കപ്പെട്ടത് രണ്ട് അനശ്വര നടന്മാരെ കൊണ്ടാണ്. കഥകളി സംഗീതത്തിൽ വൈക്കം സഹോദരന്മാർ തീർച്ചയായും. കഥകളി നാട്യത്തെ സംബന്ധിച്ചിടത്തോളം വിച്ചു രാമപിള്ളയുടെ മകൻ ശ്രീ ടി ആർ സുകുമാരൻ നായർ പ്രശസ്ത നാടക നടൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ വിച്ചു രാമപിള്ളയുടെ നരസിംഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടു. നടുങ്ങിപ്പോയി ഞാൻ കണ്ടു. അതിൻ്റെ ക്രൗര്യം കണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി. ഇന്നിപ്പോൾ നമ്മൾ നരസിംഹത്തിൻ്റെ വേഷം കണ്ടു കഴിഞ്ഞാൽ ചിരി വരുന്നു. പല കഥകളിക്കാരും നരസിംഹത്തിൻ്റെ വേഷം ഒരുങ്ങി വരുന്നതാണ്. അത്രമാത്രം യശസ്വിയായിരുന്ന വിച്ചു രാമപിള്ള, കഥകളിയിൽ വടക്കൻ പക്ഷപാതിയായിരുന്ന പൂമുള്ളി നീരേണ്ട നമ്പൂതിരിപ്പാട് പറയും, ആദിവേഷം എന്നാൽ വിച്ചു രാമൻ. അപ്പൊ ഞാൻ ചോദിച്ചു, വെളിനേടി നാടുന്നായാലും നാട് കഴിച്ചു. അത്രമാത്രം കഥകളിയിലെ താമസമൂർത്തികളെ പ്രജ്വലിപ്പിച്ച വിച്ചു രാമപിള്ളയുടെയും കഥകളിയിലെ സാത്വിക വേഷങ്ങളെയും ഹനുമാനെ പോലെ പരശുരാമനെ പോലെ ചടുലത കൊണ്ടും പ്രസരിപ്പ് കൊണ്ടും ഹ്രസ്വവും ദീപ്തവുമായ മനോധർമ്മങ്ങൾ കൊണ്ടും കഥകളി അരങ്ങിൽ നിറഞ്ഞു നിന്ന വേഷങ്ങളെ അനശ്വരമാക്കിയ വൈക്കം കരുണാകരൻ എന്ന നടൻ. ഈ രണ്ടുപേരാരും
വൈക്കം കരുണാകരനിൽ കണ്ട ആ വാശിയും വീറും അദ്ദേഹത്തിൻ്റെ മകളായ രഞ്ജിനിയിലും ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം. ആശാനെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറുപ്പം മുതലേ കഥകളിക്കുന്നതിൻ്റെ വൈക്കം പേരുള്ള വൈക്കം കരുണാകരൻ ആശാൻ എന്നുള്ള വ്യക്തി ആ കഥകളി നടൻ ഒരു അഭിമാനമായിരുന്നു. 3 തരത്തിൽ ആശാനുമായി ഞാൻ ബന്ധപ്പെട്ടു. ഒന്ന് വൈക്കത്ത് വെച്ച് ആദ്യം കാണുന്ന കരുണാകരൻ ആശാൻ. പിന്നീട് ഞാൻ FACD ഉദ്യോഗസ്ഥനായി ചെന്നപ്പോൾ ഞങ്ങൾ ഒരേ സ്ഥാപനത്തിലുള്ള ഒരു സഹപ്രവർത്തകനെ പോലെ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി. പിന്നീട് ഞാൻ നാടകതാരത്തായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി. അങ്ങനെ 3 തലത്തിൽ ആശാനുമായി വളരെയധികം ഇടപെടാനും സംസാരിക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അതിൽ ആശാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അപ്പുകുട്ട മാഷ് വളരെ വിശദമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ച്, വേഷത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, ആ നിലയെക്കുറിച്ചെല്ലാം എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു. എനിക്ക് കരുണാകരനാശാൻ തോന്നിയിരുന്ന മറ്റ് ചില കാര്യങ്ങൾ, ഒന്ന് കരുണാകരനാശാൻ കലാമത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ വൈക്കത്ത് ഒരു അറിയപ്പെടുന്ന കലാകാരനായിരുന്നു. കാരണം അദ്ദേഹം അതിനു മുമ്പ് തന്നെ കഥകളി പഠിക്കുകയും വൈക്കം ഇവിടെ വേഷം കിട്ടി നടക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തെ കുറിച്ച് അത് പാണാവള്ളി വാസുദാസന്റെ കീഴിൽ കഥകളി പഠിക്കുകയും ഈ വൈക്കം സ്ഥലങ്ങളിൽ അന്ന് വീടുകളിലൊക്കെ കഥകളി നടത്തുക സമ്പ്രദായം. അങ്ങനത്തെ അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പല അവസരങ്ങളിലും വിശേഷ അവസരങ്ങളിലൊക്കെ വീടുകളിൽ കഥകളി നടത്തി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കരുണാകരനാശാനും ഈ പറഞ്ഞ കൃഷ്ണകുട്ടി ആശാൻ എന്നുള്ള വളരെ ചെറുപ്പത്തിലെ അദ്ദേഹം വൈക്കമായിട്ടൊരു ബന്ധമുണ്ട്. തോട്ടം ഗോപാലുള്ള അദ്ദേഹത്തിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ വൈക്കമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വൈക്കത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനായതിനു ശേഷമാണ് ആശാൻ പിന്നീട് തെക്കൻ ചിറ്റൂരിലുള്ള, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഒരു കാണവള്ളിയിലെ തറവാട്ടിലെ ഒരാൾ മുഖാന്തരമാണ് കലാമണ്ഡലത്തിൽ ചേരുന്നത്. പിന്നെ കലാമണ്ഡലം കരുണാകരനായി തീരുന്നതും അല്ല. ഈ കാലഘട്ടത്തിനെ കുറിച്ച് അധികം സംസാരിച്ച വഴി എങ്ങനെയൊക്കെ ആയിരുന്നു പഴയ സമ്പ്രദായം മനസ്സിലാക്കാൻ ആശാനൊക്കെ വളരെ കഴിയുന്നു. പിന്നെ ഞാൻ ആശാനം കണ്ടിരുന്ന ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിന് മറ്റ് എല്ലാവരും വെല്ലുന്നത് പുരാണ പരിജ്ഞാനം. അത് ഏത് അവസരത്തിൽ ഞാനൊരിക്കൽ അഷ്ടമിയാണ് രാത്രി, ഇവർക്ക് അറിയാം, പലരും ആശാൻ അറിയാവുന്നവർക്കറിയാം, പടിഞ്ഞാറേ ഒരു കടയാണ്. ആ കടയിലാണ് അന്ന് ഇരിക്കുക. അപ്പോൾ അവിടെ വെച്ച് ഒരു പാതിരാത്രി ഞങ്ങൾ പുരാണ ഒരു സംശയത്തിനെ കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചു. അത്രയ്ക്ക് പുരാണ പരിജ്ഞാനം ഉള്ള ഞാനിന്ന് ഇത്രയും കഥകളിയുമായി അടുത്ത 30-40 വർഷമായിട്ടുള്ള ഇവരിൽ ഇത്രയേറെ കഥകളി പുരാണം ഒരു റെഫറൻസ്, ഇന്നത്തെ പോലെ റെഫറൻസ് പുസ്തകങ്ങൾ ലഭ്യമല്ലാത്ത ഒരു കാലത്ത് ഈ പുരാണ പരിജ്ഞാനം ഇത്രയേറെ ഉണ്ടായിരുന്ന ഒരു കഥകളി നടൻ വേറെ ഇല്ല എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ഇന്ന് പലരിലും കാണുന്ന കഥകളി പഠിക്കുന്നുണ്ട്, കഥകളി ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ കഥ പഠിക്കുന്ന പലർക്കും തന്നെ അവർ നല്ല ആസ്വാദകരാണോ എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും സംസാരിക്കാറുണ്ട്. അവര് പഠിക്കുന്നുണ്ടാവാം, പക്ഷെ അവർ നല്ല ആസ്വാദകരാണോ എന്നൊരു സംശയം. കരുണാകരനാശാനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ വേഷം തീർന്നാൽ ഇവിടെ മുമ്പിൽ വന്നിരുന്ന ആ വേഷം കാണണം. അദ്ദേഹത്തിന് ഇപ്പൊ പേര് പറഞ്ഞുകൊണ്ട് വേണ്ടി കൃഷ്ണനാരാശാനുമായിട്ട് അല്പം നീരസം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ വൈക്കത്തം
വലിയ നെഞ്ചിലേറ്റിയിരുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് കഥകളി അത്രയേറെ ഭ്രമമായിരുന്നു. ഇനി ഞാൻ നല്ല നിലയിൽ വേഷക്കാരനായി പഠിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും കാണാനില്ല, അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഈ വേഷം കാണാൻ അത്രയേറെ ആഗ്രഹം, വീണ്ടും അത്ര ആസ്വാദകനായിരുന്നു കരുണാകരൻ. മറ്റൊന്ന്, ഞാൻ ഈ അർജുന വിഷാദപൂർവ്വം ചിട്ടപ്പെടുത്താനായിട്ട് അവിടെ ഫാക്ട് സ്കൂളിൽ ഒറ്റ ആശാനും ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ തീരുമാനിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അർജുനനും ഫാക്ട് ഭാസ്കരൻ മാഷിൻ്റെ കൃഷ്ണനെ വയ്ക്കാം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു പോയിരുന്നത്. പക്ഷെ അവിടെ ചെന്നു സ്ക്രിപ്റ്റൊക്കെ വായിച്ചു, വളരെ ഭാഷ പറഞ്ഞു. ഫാക്ട് ഭാസ്കരൻ്റെ അർജുനൻ, എൻ്റെ കൃഷ്ണൻ. അതാണ് ആ കൃഷ്ണ കർണാടകം എന്നുള്ളതിൻ്റെ പ്രസക്തി. കൃഷ്ണവേഷത്തോട് അദ്ദേഹത്തിന് അത്രയേറെ ഇതായിരുന്നു. മാത്രമല്ല എൻ്റെ ശിഷ്യന് ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം കൊടുക്കാനുള്ള ഒരു സന്മനസ്, അതാണ് യഥാർത്ഥ ഗുരുവിനെ നമുക്ക് അദ്ദേഹത്തെ ദർശിക്കാൻ സാധിക്കും. മറ്റാരും അന്നത്തെ പ്രായം വെച്ച് നോക്കണം. ഫാക്ട് ഭാസ്കരൻ മാഷൊന്നും അത്രയേറെ പ്രായമില്ല. ഒരു 30 വയസ്സിൽ നിൽക്കുന്ന ഒരു ശിഷ്യന് നല്ല പ്രധാന വേഷം കൊടുത്തിട്ട്, ഇന്നാണെങ്കിൽ അങ്ങനെ തിരിച്ച് നമ്മൾ ചോദിക്കാൻ തന്നെ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ശിഷ്യന് പ്രധാന വേഷം ആശാന കൃഷ്ണൻ എന്താല്ലേ ചോദിച്ചാൽ എനിക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നു ഇന്നുപോലും. പക്ഷെ ആശാൻ അതാണ് ശ്രമിക്കുന്നത്. അത്രയ്ക്ക് അങ്ങനെ ഒരു ഗുരുനാഥൻ, ഒരു ആസ്വാദകൻ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പുരാണത്തിലുള്ള ജ്ഞാനം എന്നെ പലപ്പോഴും, ഞാൻ ഒരു വായനക്കാരനാണെന്ന് സ്വയം അഭിമാനമുള്ള ഒരാളാണ്, എന്നെ പലപ്പോഴും ഞെട്ടിച്ചിട്ടുള്ള ഒരു പുരാണ പരിജ്ഞാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ പല നിലയിൽ ആണ് അദ്ദേഹത്തിന്. അപ്പോൾ FACക്ക് മറ്റുമായപ്പോൾ അദ്ദേഹത്തോടുള്ള ആ സ്നേഹവും ബഹുമാനവും കൂടി വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഏതാണ്ട് 20 വർഷത്തോളം ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അങ്ങനെ പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ചുരുക്കുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. വേദിയിലും സദസ്സിലും ഉള്ള മാന്യവ്യക്തികൾക്ക് നമസ്കാരം. എനിക്ക് ഭാഗ്യം കിട്ടിയത് കരുണാകരൻ്റെ ആശാനമായ അനുഗ്രഹങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥനാണ് കരുണാകരൻ. അദ്ദേഹത്തിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഈ ഒരു അവസരം കിട്ടിയത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുണാകരനെ കുറിച്ച് ഏകദേശം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെ കുറിച്ചും കലാപരമായിട്ടും എല്ലാം പറഞ്ഞു വരുന്നു. എൻ്റെ മനസ്സിൽ തോന്നുന്ന കരുണാകരനെ കുറിച്ചുള്ള ചില ഓർമ്മകൾ അത് പറയാമെന്ന് വിചാരിക്കുക. ഞാൻ കരുണാകരനെ ആദ്യമായിട്ട് കാണുന്നത് കരുണാകരൻ അറിഞ്ഞിട്ടല്ല. ഞാൻ ആർമി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൃഷ്ണനാരാശൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണനാരാശൻ്റെ ശിഷ്യന്മാർ അങ്ങനെ കുറേ വ്യക്തികൾ ചൊല്ലിയാറുണ്ട്. അപ്പം ഞങ്ങൾ ഈ കളിക്കുന്ന ചില സമയങ്ങളിൽ അത് പോകും. എനിക്ക് പണ്ട് മുതലേ ഈ കഥകളിലേക്ക് ഭ്രമമുള്ളതാണ്. കൃഷ്ണനാരാശനെ കണ്ട് അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നതെന്ന് കാണാനായിട്ട് ഓടിച്ചത്. അങ്ങനെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും നിർത്തിയിട്ട്, അപ്പോൾ ഒന്നും എനിക്കറിയില്ല സ്ത്രീവേഷമാണോ ചൊല്ലിയാറുണ്ട് എന്നൊന്നും അറിയില്ല. പക്ഷേ കയ്യിൽ കുത്തി പിടിച്ച് അങ്ങനെയാണ് ചൊല്ലിയാറില്ല. കൃഷ്ണനാരാശൻ നിന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇവരുടെയൊക്കെ പുറകിലായിട്ട് കുറച്ച് പ്രായമുള്ള, ഇവരുടെ പ്രായമല്ല, അതിൽ കുറച്ചുകൂടി പ്രായമുള്ള ഒക്കെ പറഞ്ഞൊരു വ്യക്തി അത് ഒപ്പം നിന്ന് ചൊല്ലിയാണ്. അപ്പോൾ കൃഷ്ണനാരാശൻ ഇവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ചൊല്ലുകയാണെന്ന് കണ്ടപ്പോൾ എനിക്കത് അത്ഭുതമായിട്ടൊന്നും ഇത് ആരാണ് വെച്ചാൽ കുട്ടികളെല്ലാം മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ വിവരം എൻ്റെ അച്ഛനോട് കൊണ്ടുപോകുന്നു. അപ്പം അച്ഛൻ്റെ വൈദ്യശാലയിൽ ചേർന്ന് തകർപ്പ വൈദ്യരാശനാണ് അവിടുത്തെ അധ്യാപകനാണ്, പാട്ടുകാരനാണ്. അദ്ദേഹം ദിവസവും വരും. അപ്പോൾ വന്നപ്പോൾ അച്ഛൻ ഇതിനെ ചോദിച്ചു. അപ്പോൾ അത് വക്കീലക്കാരനാണ്, കൃഷ്ണനാരാശനെ അസിസ്റ്റൻ്റായിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ കരുണാകരനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് കരുണാകരനെ ഞാൻ കഥ
കഴിഞ്ഞിട്ട് എൻ്റെ ദാമോദര കുശാലിയാശാനൊക്കെ വേഷം പഠിച്ചു. എൻ്റെ അരങ്ങേറ്റം തീരുമാനിച്ചു. അത് പുറത്തുള്ള ക്ലബിലാണ്. രുക്മാംഗയുടെ വിഷ്ണുവാണ് എൻ്റെ വേഷം അരങ്ങേറ്റം ഉണ്ടായത്. ഒരു ഭാഗ്യം എന്ന് പറയാൻ ഈ കരുണാകരനാശാന്റെ രുക്മാംഗത്തിന് എൻ്റെ വേഷത്തിലാണ് ഞാൻ വിഷ്ണുവായിട്ട് നടത്തിയത്. അപ്പോൾ എൻ്റെ അരങ്ങേറ്റം തന്നെ കരുണാകരനാശാന്റെ വേഷത്തിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം അദ്ദേഹമായിട്ട് പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ കൂടെ ധാരാളം വേഷങ്ങൾ അദ്ദേഹം നടത്തുന്ന കളികൾക്ക് ഇഷ്ടംപോലെ വേഷങ്ങൾ കെട്ടാനും എല്ലാം ഭാഗ്യം സിദ്ധിച്ചത്. അപ്പം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ കരുണാകരനാശാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ എനിക്ക് വേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞു തന്ന് ഒരു കഥകളി അരങ്ങത്ത് എന്തൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു തന്നിരുന്നു കരുണാകരനാശാനെയാണ്. പല വേഷങ്ങൾക്കും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. കഥകളി ധാരാളം കാണും, ഏത് കൊച്ചുകുട്ടിയുടെയും വലിയവരെ കാണുന്നുണ്ടെങ്കിലും തെറ്റ് കണ്ടാൽ അദ്ദേഹം അവിടെ വെച്ചൊന്ന് പറയില്ല. ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് വിളിച്ചിട്ട് പറയും, അത് അവിടെ ചെയ്ത് ശരിയല്ല, അത് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തിക്കൊള്ളും. ഒരാളുടെ മുമ്പിൽ വെച്ച് മറ്റൊരു കലാകാരനെ ഒച്ചാക്കുന്ന ഒരു സ്വഭാവം കലാകാരൻ്റെ എല്ലാവരും അംഗീകരിക്കും, എല്ലാവരുടെ വേഷവും കാണും. അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു ഓർമ്മ എന്താ വെച്ചാൽ കരുണാകരനാശാൻ ഈ വേഷങ്ങൾ പലതും കെട്ടുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു മോഹം ഉണ്ടായിരുന്നു. കരുണാകരനാശാൻ ഒരു ബാഹുകൻ കാണാം, 3-ാം ദിവസം ബാഹുകൻ കാണാം. അങ്ങനെയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്ന ഉത്സവം കളി നടത്തുന്ന സമയത്ത് ഞാനും ദിലീപും തമ്മിൽ ഞങ്ങളൊക്കെ കൂടി കുറച്ച് കാലം നടത്തുന്നുണ്ടായി. അപ്പോൾ ആശാനോട് ചോദിച്ചു, പിന്നെ ഒരു 3-ാം ദിവസം വയ്ക്കട്ടെ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ വേഷം സുദേവനാണ്, 3-ാം ദിവസം വന്നിട്ട് സുദേവനാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ല, ഞങ്ങൾക്ക് ആശാന്റെ ബാഹുവും കാണുന്നൊരു മോഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് നിശ്ചയിച്ചു വെച്ചു. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. എൻ്റെ അച്ഛൻ മരിച്ചു പോയാൽ എനിക്ക് അന്നത്തെ അരങ്ങത്ത് വരാൻ പറ്റില്ല. പക്ഷെ അത് കണ്ട വ്യക്തികൾ പറഞ്ഞൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബാക്കി ഇപ്പോൾ ഞാൻ വിജയനാശാൻ പോലും കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കരുണാകരനാശാൻ അത് കാണിച്ചു എന്ന് പലരും എന്നോട് പറഞ്ഞു. ഈ സർപ്പദംശം എടുത്തിട്ട് തിരിഞ്ഞു വന്ന് ആ നിന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആകെ രൂപങ്ങൾ നോക്കിയ സമയത്ത് പെട്ടെന്ന് അയ്യോ എൻ്റെ ശരീരം ഉരുകിപ്പോയില്ലോ എന്നൊന്ന് കാണിച്ചു കരുണാകരനാശാൻ. അത് കേട്ടതെന്നങ്ങനെ ഈ ഒരു ഇതുകൊണ്ട് കയ്യും കാലുമെല്ലാം ഉരുക്കി വന്നു പാകുന്നത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സർവവംശങ്ങളിൽ നിന്നാണ് കേട്ടത്. അത് കാണിച്ച് കണ്ടിട്ടങ്ങനെ ഒരേ ഒരു കലാകാരൻ എനിക്ക് തോന്നുന്നു കരുണാകരനാശാൻ മാത്രമായിരിക്കും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഏത് വേഷം ഹനുമാനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ഏതാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. കൃഷ്ണൻ വേഷം കെട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, കൃഷ്ണന്റെ മുടി തലയിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരും. ആ പുഞ്ചിരി കളി കഴിഞ്ഞ് തിരിച്ച് അണിയലയിൽ വന്നാൽ മുടി അഴിച്ചു വയ്ക്കുന്നവർ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാണ്. ഇത് ഒരു കൃഷ്ണന്മാരുടെ കാണാത്തൊരു പ്രത്യേകതയാണ്. മുടി അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ മുടി, പിന്നെ ആ ചെരി കണ്ടിരിക്കുന്നത് രഞ്ജിനിയുടെ മുഖത്താണ്. അതേപോലെ കൃഷ്ണവേഷം വെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ രഞ്ജിനിയുടെ മുഖം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് രഞ്ജിനിയുടെ ഓരോ വേഷങ്ങൾ കാണുമ്പോൾ ആശാന്റെ മനസ്സിലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രഞ്ജിനി ഇങ്ങനെ സന്തോഷമായിട്ട് പറയും. അപ്പോൾ ഞാൻ രഞ്ജിനിയോട് പറഞ്ഞിട്ടുണ്ട്, രഞ്ജിനി കരുണാകരനാശാനെ അന്വേഷിച്ച് എങ്ങോട്ട് പോകണ്ട, അച്ഛൻ കുട്ടിയുടെ കൂടെ തന്നെ അത് എന്നും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥന. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി നാരായണപുരി വേദിയിലും സദസ്സുകളിലുള്ള മാന്യ വ്യക്തികളെ, കലാസ്നേഹികളെ, കഥകളി സ്നേഹികളെ, സുഹൃത്തുക്കളെ, ഞാനൊരു മുനിസിപ്പൽ കൗൺസിലർ എന്ന രീതിയിലല്ല നിൽക്കുന്നത്. എൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്, എനിക്കും കാര്യങ്ങളാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കഥകളിയെക്കുറിച്ചും
വേഷത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് എനിക്കൊന്നും അറിവില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് മാത്രമാണ്, കാരണം എനിക്കത് അറിയാൻ പറ്റില്ല. വൈക്കത്ത് ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരനാണ് ഓടപ്പുറനാവ്. ഓടപ്പുറനാവ് അറിയാവുന്നത് ഇന്നത്തെ തലമുറ വളരെ ചുരുക്കമാണ്. ചെല്ലുപറമ്പിൽ പത്മനാഭപുരയുടെയും ഓണത്തെഴുത്ത് തറവാട്ടിലെ ഗൗരവയുടെയും മകനായിട്ട് മൂന്നാമത്തെ മകനായിട്ടാണ് ശ്രീ വ്യക്തിപരമായി ജനിക്കുന്നത്. ഒരിടത്തരം തറവാട്ടിൽ. കാരണം അന്ന് അപ്പൂപ്പൻ്റെ കട കൂട്ടി വീട്ടിൽ വരുന്നത് നോക്കി അമ്മൂമ്മ നോക്കി നിൽക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം അപ്പൂപ്പൻ വന്നതിന് ശേഷം വേണം എന്തെങ്കിലും വാങ്ങി എരിവിക്കാൻ അല്ലെങ്കിൽ സാധനം കഴിക്കും. അത്രയ്ക്ക് പട്ടിണിയിലൂടെയാണ് ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞത്. പക്ഷെ അതിനുശേഷം വൈക്കത്ത് അറിയപ്പെടുന്ന വ്യാപാരിയായിട്ട് ഓർഡർ പബ്രാവുന്ന മാറി. അതുപോലെ തന്നെ തൻ്റെ മക്കളെ എല്ലാവരെയും ബിസിനസ്സിലേക്ക് ആകർഷിച്ച് അല്ലെങ്കിൽ ബിസിനസ്സുകാരാക്കാതെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരെ വളർത്തി എന്നുള്ളതാണ് അപ്പൂപ്പൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. ഇന്നിപ്പോൾ രഞ്ജിനി ഇവിടെ പറഞ്ഞതുപോലെ രഞ്ജിനിയുടെ അച്ഛനെയും അമ്മയുടെയും വളരെ പ്രോത്സാഹനവും സപ്പോർട്ടും കൊണ്ടാണ് രഞ്ജിനി ഇന്നത്തെ നിലയിൽ എത്തിയതെങ്കിൽ തീർച്ചയായിട്ടും വല്യച്ഛനും എൻ്റെ അച്ഛനും എല്ലാവരും അപ്പൂപ്പൻ്റെ വളരെ പ്രോത്സാഹനം, അതായത് ഈ ബാലഭാഷനെ വൈക്കത്ത് തോന്നുന്നു വൈക്കത്ത് വെച്ച് പഠിപ്പിച്ച് അവരെ പഠിപ്പിച്ചു. വൈക്കത്ത് എല്ലാവരും വരുന്നു, അവിടെ വെച്ചാണ് കഥകൾ പഠിപ്പിക്കുന്നത്. അവിടെ നിന്ന് വല്യച്ഛൻ കലാമണ്ഡലത്തിൽ ചേർന്ന് കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ അനുജനെ കൂടി, എൻ്റെ അച്ഛനെ കൂടി കലാമണ്ഡലത്തിൽ ചേർന്നു. പക്ഷെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ വാദപ്പിന്നീട് അസുഖം മൂലം അച്ഛനെ പിരിച്ചു വിടുകയും വീണ്ടും തിരിച്ചു കയറ്റാൻ ശ്രമം നടത്തി തിരിച്ചു കയറ്റും. പക്ഷെ വീണ്ടും വാദപ്പനി പിടികൂടി തിരിച്ചു വിടുകയാണുണ്ടായത്. പക്ഷെ അവിടെ നിന്ന് വല്യച്ഛൻ അനുജനെ കൈവിട്ടില്ല. അച്ഛനെ ആരുടെയൊരു റെക്കമെൻഡും ലെറ്ററും പ്രകാരം രൂപകാരം ഉണ്ടാക്കി ഡാൻസ് പഠിപ്പിച്ചു, ഡാൻസറാക്കി. അങ്ങനെ ആ ജീവിതം അങ്ങനെ പോയി. വല്യച്ഛൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു, കഥകളിക്കാരൻ, വൈക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. കലാമണ്ഡലം കർണാടകമോ വൈക്കം കർണാടകമോ പറഞ്ഞ പെട്ടെന്ന് പറയുന്നു. ഇന്ന് കണ്ണൻ്റെ വേഷമുണ്ട്, ഇന്ന് കണ്ണൻ്റെ ഹംസമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കണ്ണൻ്റെ കൃഷ്ണനുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ണൻ എന്നാണ് വൈക്കത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. ഞങ്ങൾ കണ്ണൻ വലിച്ചുണ്ട്, മറ്റുള്ളവർ കണ്ണൻ അമ്മാവ് വിളിക്കും, കണ്ണൻ ചേട്ടൻ വിളിക്കും. വൈക്കത്ത് പണിക്കരി ചേട്ടൻ്റെ കഥകളാണ് നേരത്തെ പറഞ്ഞ ആ കഥയാണ് ഇന്ന് കഥകൾ പറയുന്നത്. അതായത് നമ്മുടെ അപ്പൂപ്പൻ്റെ കടയുടെ കോടയുടെ കടയുടെ സമീപത്തുള്ള കടയിലിരുന്നാണ് ഈ സമീപത്ത് എവിടെ ഉണ്ടെങ്കിലും കളിയുണ്ടെങ്കിലും അവിടെ വന്ന് ആ നെല്ലെ തുടങ്ങി അവിടെ ഇരുന്ന് നാട്ടുകാരുമായിട്ട് സംബന്ധിച്ച് പാതിരാത്രിയിലാണ് ഈ കളമശ്ശേരി തിരിഞ്ഞത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഞാനത് കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഇതിലേക്കൊന്നും പറയുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏറെ വൈകിയാണെങ്കിലും അനുസ്വരനായിട്ടുള്ള ഒരു കലാകാരനെ അനുസ്മരിക്കുന്നതിൽ, അത് ആദരിക്കുന്നതിൽ വീണ്ടും വീണ്ടും നമ്മൾ സ്മരണ അയവർക്കുന്നതിന് വേണ്ടി ഇങ്ങനൊരു സംരംഭം ചെയ്യാൻ സാധിച്ചത് രഞ്ജിനി സുരേഷ്, പ്രകാശ് കുടുംബാംഗങ്ങൾ, അതുപോലെ വൈക്കത്തപ്പൻ കഥകളിൽ വളരെ അഭിനന്ദനം ഞാൻ അർപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ കലാകുമാരനായിരുന്നു. കലാകുമാരൻ അനുസ്മരണ എല്ലാ വർഷവും വൈക്കത്ത് നടത്താറുണ്ട്. നമുക്ക് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത്. എല്ലാ വർഷവും വൈക്കം കരുണാകരൻ്റെ അനുസ്മരണം കുടുംബാംഗങ്ങൾ ഏറ്റെടുത്ത് മറ്റു സ്ഥലങ്ങളിൽ നടത്തണം. അത് നടത്തുവാൻ വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി. നമ്മുടെ എല്ലാം മനസ്സും അനുസ്മരണ സമ്മേളനം അവസാനിക്കുകയാണ്. അതിന് മുമ്പായി ഇന്ന് ഇവിടെ അലങ്കരിച്ച കുട്ടികൾ വളരെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച കലാകാരികളെ കലാകാരന്മാരെ വൈക്കം കഥകളിപ്പത്തിൻ്റെ
ഇത്രയും കുട്ടികളുടെ പേര് അച്ചടിച്ച് ഒരു വൈക്കം കഥകളിക്കുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ എനിക്കും എൻ്റെ കുട്ടികൾക്കും വലിയൊരു അവാർഡിന് തുല്യം തന്നെയാണ്, സംശയമില്ല. ഞാൻ കുട്ടികളുടെ പേര് വായിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ ഉള്ളവർ വരണം, ഇല്ലാത്ത 2-3 പേർക്ക് വേണ്ടി ഇവിടെ ഉള്ളവർ വന്ന് മേടിച്ചിട്ട് പോകണം, അതാണ് ആവശ്യം. ആദ്യം പുറപ്പാട്, അതോടൊപ്പം തന്നെ സദനാപരം അർജുനൻ രംഗത്ത് അവതരിപ്പിച്ച മാളവിക സന്തോഷ്, അപ്പൂട്ടനോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഒപ്പം അരങ്ങേറ്റമുണ്ടായ കലാമണ്ഡലം ദീപ്തി മലയത്ത്, ഇവരുടെ 2 പേരുടെയും സമ്മാനം എൻ്റെ കുട്ടികൾ ആരെങ്കിലും വന്ന് മേടിക്കുക. ആരെങ്കിലും ആൾ വരും, 2 പേർക്കുള്ളത്. അവർ 2 പേരും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോഴേ തന്നെ കൊടുക്കും. കാലുകൊണ്ട് തലയിലേക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കാലുകൊണ്ട് തലയിൽ തിരിച്ചു കൊടുക്കാനായിരിക്കും, അതുകൊണ്ട് വേണ്ട. അടുത്തത് കുചേരവൃത്തം കൃഷ്ണൻ, കുമാരി അനഘ കൃഷ്ണൻ, കുചേരൻ ശ്രീമതി അനിത കൃഷ്ണൻ. ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന കലാകാരിയാണ് കുചേരൻ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തോളൂ. ശ്രീമതി സിന്ധു നന്ദകുമാർ. സിന്ധുവിനെ പറ്റി ഒരു വാക്ക് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളോടൊപ്പം വളരെ ശക്തമായി നിലകൊള്ളുകയും നമ്മളുടെ ഇവിടുത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത് വരികയും ചെയ്ത സിന്ധുവാണ്. പക്ഷെ അവരുടെ ഭർത്താവിന് സത്യം പറഞ്ഞ ഒരു ചെറിയ വിഷമം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ICUവിലാണ്. കുട്ടി ഇന്ന് ഇവിടെ വന്ന് വേഷം കെട്ടി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരു സിന്ധുവിന് വേണ്ടി വരുത് എന്ന് വന്ന് വിളിച്ചു. സിന്ധു അതുകൂടി എപ്പോഴാണ് കുട്ടികൾ പിള്ളേരുടെ കൊടുക്കാൻ. അടുത്തത് സമ്മാനം നൽകുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കഥകളി കുടുംബത്തിലെ വലിയ കൊച്ചു കലാകാരി സുന്ദരാവണത്തിലെ കൊച്ചു കൃഷ്ണൻ ജാനകി ജയറാം. പനി പിടിച്ച അവസ്ഥയിലാണ്. എന്നാലും അത് ജാനകിയുടെ ഒപ്പം ഇന്ദ്രൻ കെട്ടി ശിവകൽക്ക രാധാകൃഷ്ണൻ, ദുര്യോധനാഥൻ കൃഷ്ണൻ, ഉത്തര കൃഷ്ണകുമാർ, ദുര്യോധനാഥൻ ആചാര്യ കാമ്യ കേട്ടി കുശാരൻ, കല്യാണ സൗഗന്ധികം കൃഷ്ണൻ, വരദ പരമേശ്വരൻ, കൂടെ നിരുപമ മഹേഷ്, ക്രമീരവതം കൃഷ്ണനും അതോടൊപ്പം തന്നെ സത്യഭാമയും ചെയ്ത ഇന്ദിവര ശ്രീനിവാസൻ, ഇന്ദിവരയോടൊപ്പം പാഞ്ചാലി ചെയ്ത ഗോപിക ചന്ദ്രൻ, പാഞ്ചാലി രുക്മിണി സദനാപാലം കൃഷ്ണൻ ചെയ്ത ശ്രേയ രാജേഷ്, ഗീതോപദേശം കൃഷ്ണൻ കല്യാണി നാരായർ, ഗീതോപദേശം അർജുനൻ ശ്വേത സുരേഷ്. വീണ്ടും സുഭദ്രാഹരണം മാന്യന്മാർ അടികൂട്ടും എന്നുള്ള പദം ദേവിക ആർക്കും
പിന്നെ കൃഷ്ണനും ഒരു കാളിയനും രംഗത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം ഞങ്ങൾ അവരുടെ സമ്മാനം എത്തിക്കും. സമയം കുറച്ച് നമ്മൾ വിചാരിച്ചാലും കുറച്ച് നീങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ അതായത് കുടുംബത്തിലെ അദ്ദേഹം റേഡിയോ ജോക്കിയാണ്. ഇപ്പോൾ അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീമതി മീര സനലിനെ നന്ദി പറയുന്നതിന് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പെട്ടെന്ന് കിട്ടിയ ഒരു അസുലഭ മുഹൂർത്തം, ഒറ്റ വരി അന്യം ഗുരു കടാക്ഷ, വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇത്രയും വലിയൊരു വേദിയിൽ, ഇത്രയും മഹത്തരമായ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ തന്നതിന് എൻ്റെ രഞ്ജിനി ചേച്ചിയോട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അവസരം ഒരുക്കി തന്നത്. പലരും പല സ്കൂളും കഥകളി സ്കൂളുകളും ഭാഷയൊക്കെ നടത്തുമ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കും, ചേച്ചി ചേച്ചി ഒരു തവണ കൊറോണ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മാറി മാറിപ്പോയി. അവസാനം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ നടന്നു. ഞങ്ങൾ നിൽക്കുന്നതിനുള്ള എല്ലാവരുടെയും പേരിലാണ് നന്ദി പറയുന്നത്. ആദ്യമായി ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്ന് ഞങ്ങളടുത്ത് ഇങ്ങനെ അനുസ്മരണ ഭാഷണം നടത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ വൈക്കം കഥകളി ക്ലബിന് ഇങ്ങനൊരു പ്രോഗ്രാം ഞങ്ങൾക്ക് നടത്താൻ എല്ലാവിധ സഹകരണങ്ങളും തന്ന വൈക്കം കഥകളി ക്ലബിന് നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ പേരൻസിൻ്റെ അടുത്തും രക്ഷിതാക്കളും ഞങ്ങൾ കുട്ടികൾ നന്ദി പറയണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. അണിയറയിൽ ഞങ്ങളെ രാവിലെ തൊട്ട് ഒരുക്കി വിടുന്ന അനുരാജ് ആൻഡ് ടീം, അവർക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സുരേഷ് ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് ഞങ്ങളുടെ ഒരു PR എന്ന് പറയാം, അത് സുരേഷ് ചേട്ടനാണ് ചെയ്യുന്നത്. സുരേഷ് ചേട്ടന് നന്ദി പറയുന്നു. അധികം from bottom of my heart, for all of us, on behalf of all of us, thank you, madam, thank you. സമയം കിട്ടിയില്ല അല്ലേ? സമയം കിട്ടിയില്ല അല്ലേ? അത് അധികാരം കാണാത്തതിനേക്കാൾ മൈക്ക് വർക്ക് ചെയ്തോട്ടെ ഞാനൊക്കെ പറഞ്ഞു. കാളിയമർദ്ദനം ഒരു പുതിയ കഥയാണ്. അതിൽ നമ്മുടെ കാളിയനെ